നമസ്കാരം. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ ഇന്നലെ പണിമുടക്ക് നടത്തിയിരുന്നു. പണിമുടക്കിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നഴ്സുമാർ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തിരുന്നു. 490ഓളം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കിന്റെ ഭാഗമായിരുന്നു. വൻതോതിൽ മാധ്യമ ശ്രദ്ധ ലഭിച്ച പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യം അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക എന്നതായിരുന്നു. ഈ ആവശ്യം അംഗീകരിക്കാൻ ആശുപത്രി മാനേജ്മെന്റുകൾ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടുന്നത്. ആരോഗ്യ മേഖലയിലെ കരാർ നിയമനങ്ങൾ നിർത്തലാക്കുക, ഡോക്ടർ ബൽറാം കമ്മിറ്റി റിപ്പോർട്ട്, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി റിപ്പോർട്ട് എന്നിവ പൂർണ്ണമായും നടപ്പിലാക്കുക, വീരകുമാർ കമ്മിറ്റി പ്രകാരമുള്ള ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കുക, നഴ്സിംഗ് അധ്യാപകർക്ക് UGC സ്കെയിൽ നടപ്പിലാക്കുക, NHM, പാലിയേറ്റീവ് കെയർ, MLSP, HDS ജീവനക്കാരുടെ ശമ്പളം തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന രീതിയിൽ നടപ്പിലാക്കുക, രോഗി നഴ്സ് അനുപാതം നിയമാനുസൃതമായി നടപ്പിലാക്കുക, ലേബർ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക, PSC വഴി സ്ഥിര നിയമനങ്ങൾ നടപ്പിലാക്കുക, സ്റ്റാഫ് നഴ്സ് റാങ്ക് ഹോൾഡേഴ്സിനെ സംരക്ഷിക്കുക എന്നിവയാണ് UNAയുടെ മറ്റ് ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ UNAയ്ക്കും സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷായ്ക്കുമെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. സംഘടനയ്ക്കെതിരായ കേസുകൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. അതേസമയം ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ജാസ്മിൻ ഷാ തന്നെ രംഗത്ത് വന്നു. പെയ്ഡ് ഐഡികളിലൂടെ മാനേജ്മെന്റ് വാലാട്ടികൾ ഓരിയിട്ടാൽ ഒലിച്ചു പോകുന്ന പ്രസ്ഥാനമല്ല. UNA ഗുണ്ടാ ആക്രമണങ്ങളെയും അറസ്റ്റും ജയിലും ആരോപണങ്ങളും എല്ലാം മറികടന്നാണ് ഈ പ്രസ്ഥാനം 15 വർഷം മുന്നോട്ട് പോയതെന്നും ജാസ്മിൻ ഷാ ഫേസ്ബുക്ക് കുറിപ്പിൽ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയരെ, തൊഴിലാളി മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു അധികാരവർഗത്തിനും കഴിയില്ല എന്നത് നാം ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ്. ഈ സമരത്തിൽ ഉജ്ജ്വലമായി പോരാടുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ. പെയ്ഡ് ഐഡികളിലൂടെ മാനേജ്മെൻറ്റ് വാലാട്ടികൾ ഓരിയിട്ടാൽ ഒലിച്ചു പോകുന്ന പ്രസ്ഥാനമല്ല UNA. ഗുണ്ടാ ആക്രമണങ്ങളെയും അറസ്റ്റും ജയിലും ആരോപണങ്ങളും എല്ലാം മറികടന്നാണ് ഈ പ്രസ്ഥാനം 15 വർഷം മുന്നോട്ട് പോയത്. 13 ജില്ലകളിൽ എതിരാളികളില്ലാത്ത പ്രസ്ഥാനമായി നാം വളർന്നതും നഴ്സുമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും വിശ്വാസം ഈ സംഘടന നേടിയെടുത്തത് ഒരു സുപ്രഭാതത്തിലല്ല എന്നത് വിമർശകർ തിരിച്ചറിയുക. സംഘടനയുടെ മുഴുവൻ പോരാളികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നാം വിജയിക്കുക തന്നെ ചെയ്യും. UNAയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സർക്കാരിൻ്റെ കടുത്ത മുന്നറിയിപ്പാണ് യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ നൽകിയത്. സംസ്ഥാനത്തെ നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണ വിഷയത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ജാസ്മിൻ ഷാ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് നഴ്സുമാർക്കുണ്ടെന്നും UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ പ്രഖ്യാപിച്ചു. വരുന്ന തെരഞ്ഞെടുപ്പിൽ നഴ്സുമാരെ സഹായിക്കുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന നിലപാടാണ് സംഘടന സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണക്കാരന് വിലയുള്ള ഒരേയൊരു കാലഘട്ടം തെരഞ്ഞെടുപ്പ് സമയമാണെന്നും ഈ ശക്തി ഭരണാധികാരികൾ തിരിച്ചറിയണമെന്നും ജാസ്മിൻ ഷാ ഓർമ്മിപ്പിച്ചു. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമായ പത്തനംതിട്ടയിലെ നഴ്സുമാരുടെ കരുത്ത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മന്ത്രിക്ക് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. 2016-ൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച ശമ്പള വർധനവ് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രധാന പരാതി. 2023-ൽ ഹൈക്കോടതി 3 മാസത്തിനുള്ളിൽ ശമ്പളം പരിഷ്കരിക്കുമെന്ന് ഉത്തരവിട്ടിട്ടും സർക്കാർ അത് അവഗണിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ കോടികളുടെ നിക്ഷേപം വരുന്നുണ്ടെന്ന് പറയുന്ന സർക്കാർ അവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ലെന്നും ജാസ്മിൻ ഷാ കുറ്റപ്പെടുത്തി. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കേരളത്തിലെ ആരോഗ്യ മേഖല സ്തംഭിപ്പിക്കുമെന്ന മുന്നറിയിപ്പും UNA നൽകി. ഞങ്ങൾ പണിമുടക്കിയാൽ വെന്റിലേറ്ററിലുള്ള രോഗികളെ പോലും പരിചരിക്കാൻ ആരോഗ്യമന്ത്രി നേരിട്ട് വരേണ്ടി വരുമെന്നും ജാസ്മിൻ ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച സമരം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്നും സംഘടന വ്യക്തമാക്കി.